വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ടേ നമ്മുടെ ക്ലാസ് 10ന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ചേഞ്ച് ആയില്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫിസിക്സ് ആണ്. ഫിസിക്സിന്റെ ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1ന്റെ പേര് എന്ന് പറയുന്നത് സൗണ്ട് വേവ്സ് ആണ്. അപ്പം നമുക്ക് ഇവിടെ നോക്കിയേ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഒരു ആർഗ്യുമെന്റ് അവിടെ ഉണ്ട്. ദ ടീച്ചർ ഷീ കംപ്ലീറ്റഡ് 10 സ്വിങ്സ്. അതായത് ആ ബോയ് പറയാണ് ഈ പെൺകുട്ടി വന്നിട്ട് എത്ര സ്വിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 10 എണ്ണം എന്നാണ് പറയുന്നത് അല്ലെ. പക്ഷെ കുട്ടി പറയുന്നത് നോക്കിയേ, ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൺലി 5 സ്വിങ്സ്. കുട്ടി പറയുന്നു ആകെ എത്ര എണ്ണം ഊഞ്ഞാലാടിയിട്ടുള്ളൂ, ആകെ 5 എണ്ണം. ടീച്ചർ പറയുന്നതോ ഈ പെൺകുട്ടിയാണ് പറഞ്ഞത് കറക്റ്റ് ആണെന്നാ പറയുന്നത് അല്ലെ. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത്. അതായത് നമ്മള് ഇപ്പൊ ഒരു മൂവ്മെന്റ് പറയുകയാണ്. അപ്പൊ ഊഞ്ഞാലാടുകയെന്നായിരിക്കാം, നമ്മൾ എന്താ ചെയ്യാം, ഫ്രണ്ടിലോട്ടും പോകും അതേപോലെ തന്നെ ബാക്കിലോട്ടും പോകും അല്ലെ. അങ്ങനെയുള്ള ടൈപ്പ് മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. അപ്പൊ വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിംഗ് ഹാവ്? ഏത് മോഷൻ ആണ്? ഓസിലേറ്ററി മോഷൻ. ഒബ്സർവ് ദി ഡയഗ്രാം ഷോയിങ് ദ മോഷൻ ഓഫ് എ സ്വിംഗ്. What is the initial position of the swing when it starts oscillating from its free state or equilibrium position? എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിനകത്ത് യാതൊരുവിധ അനക്കങ്ങളൊന്നുമില്ലാണ്ട് ഫ്രീ ആയിട്ടുള്ള സ്റ്റേറ്റ്, അതേതാ പൊസിഷൻ? ഓ ആണ് അല്ലെ. അപ്പൊ അതിൽ ഏതാ പൊസിഷൻ എന്ന് അവർ ചോദിച്ചേക്കണത്? ആ ഫ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓ ആണ്. അപ്പൊ നോക്ക്, ഇതേപോലെ ടു ആൻഡ് ഫ്രോ മോഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേറ്ററി. ഓക്കെ, അപ്പൊ എന്താണ് ഓസിലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പഠിക്കണേ. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പീരിയോഡിക് മോഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മോഷൻ. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ. ഊഞ്ഞാലാടുമ്പോ അങ്ങനെയാണല്ലേ, ഫ്രണ്ടിലോട്ടും പോവും അതേപോലെ തന്നെ ബാക്കിലോട്ടും പോവും. അങ്ങനെയുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് അറ്റ് റെഗുലർ ഇന്റർവൽസ് ഓഫ് ടൈം. അങ്ങനെയുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ ഇപ്പൊ നോക്കിയേ, ഈ കുട്ടി പറയുന്നുണ്ട് 5 എണ്ണം അല്ലെ. അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആണത് ഇങ്ങനെയാ. ഇപ്പൊ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഒബ്ജക്റ്റ് വന്നിട്ട് ഇതാണ് നമ്മളുടെ സീറോ പൊസിഷൻ. ഇവിടെ നിന്ന് ഒരു സൈഡിലത്തെ മാക്സിമം ഹൈറ്റിലേക്ക് ഇത് പോയി എന്ന് പറഞ്ഞാൽ എ. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിയാൽ അതിനെ നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറയില്ല. ആ പോയ സാധനം ഈ ഇക്വിലിബ്രിയം പൊസിഷനും കടന്ന് അപ്പുറത്തേലത്തെ മാക്സിമത്തിലും കൂടി പോയിട്ട് വേണം തിരിച്ചു വരാനായിട്ട്. എങ്കിലേ ഒരു ഓസിലേഷൻ ആവുള്ളൂ. ആൺകുട്ടി വന്നിട്ട് എന്ത് ചെയ്തേക്കാണ്, അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് വന്നപ്പോഴേക്കും അതിനെ ഒരു ഓസിലേഷൻ ആക്കി എടുത്തു. അങ്ങനെയാണ് ആൾക്ക് 10 എണ്ണം വന്നത്. പക്ഷെ പെൺകുട്ടി അങ്ങനെയല്ല. അതായത് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴായിരുന്നു പെൺകുട്ടി പറയുന്ന 1 ഓസിലേഷൻ ആയത്. അപ്പൊ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് എന്താ? ഓയിൽ തുടങ്ങി എയിൽ അവസാനിക്കല എ വരെ പോയി തിരിച്ച് ഇതേ ഓ വഴി തന്നെ അടുത്ത മാക്സിമം, അതായത് ബിയിലേക്കും കൂടി പോയിട്ട് തിരിച്ച് ഓയിലേക്ക് എത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ആർഗ്യുമെന്റിൽ പെൺകുട്ടിയുടെ ആർഗ്യുമെന്റ് ശരിയാവാൻ കാരണം. എന്താ തന്നിരിക്കുന്നത് അവിടെ? ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ്? ഒരു സൈഡിലേക്ക് എന്ന് അവര് പറഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ അതിനകത്ത് നോക്കി നോക്കിയേ, തൊട്ട് മുന്നത്തെ ഫിഗർ നമുക്കൊന്ന് നോക്കി നോക്കാം. തൊട്ട് മുന്നത്തെ ഫിഗറിൽ നോക്കിയേ, ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഹൈറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നോക്ക്, ഓയിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം അവിടെ എത്ര കൊടുത്തേക്കണേ? എ അല്ലേ. അപ്പൊ ഒരു സൈഡിലേക്കുള്ള മാക്സിമം എന്ന് പറയുന്നത് എ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാ? 2a. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? a/2 ഉണ്ട്, a ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? എ ആണ്. അപ്പൊ ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഹൈറ്റ് എ ആണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ്. ഇതേപോലെ ഒരു സൈഡിലോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമല്ലോ, ദാറ്റ് മീൻസ് ആ ഒരു ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. അപ്പൊ നമ്മള് ഇപ്പം ഒരു ഓസിലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഒരു സൈഡിലോട്ടുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതെന്താണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അടുത്തത്, when does the swing complete one oscillation? എങ്കിൽ എപ്പോഴാണ് 1 ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അതായത് ഇപ്പൊ ഓ ഉണ്ടായിരുന്നു, പിന്നെ എ ഉണ്ടായിരുന്നു, പി ഉണ്ടാവുന്നു. എങ്ങനെയാ? ഓയിൽ നിന്ന് എയിലേക്ക് പോയി തിരിച്ച് ഓയിലേക്ക് വന്ന കാര്യം അവസാനിക്കോ? ഇല്ല അല്ലെ. ഓയിൽ നിന്ന് എയിലത്തേക്ക് പോയിട്ട് എന്നിട്ട് ഓ വഴി തിരിച്ച് ബിയിലേക്കും കൂടി പോയിട്ട് വേണം ഓയിലേക്ക് എത്താൻ.
എങ്കിലേ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതേതാ അവിടെ വന്നിരിക്കുന്നത്? വെൻ എ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O. വെൻ എ പെൻഡുലം സ്റ്റാർട്ട്സ് ഫ്രം O എന്നിട്ട് റീച്ചസ് എയിലെത്തി. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, തിരിച്ചത് എവിടേക്കും കൂടി പോകണം, ബിയിലേക്ക് പോയിട്ട് എന്നിട്ട് എയിലേക്ക് എത്തണം. അതായത് ഓയിൽ നിന്ന് എയിനകത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് O വഴി എവിടേക്ക് പോകണം, ബിയിലേക്ക് പോയിട്ട് തിരിച്ച് ഓയിൽ എത്തുമ്പോഴാണ് എന്ത്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി a swing complete one oscillation when the pendulum starts from O and goes both sides and return to O. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഓയിൽ നിന്ന് തുടങ്ങി മാക്സിമം ആയിട്ടുള്ള എയിലും ബിയിലും പോയിട്ട് തിരിച്ച് ഓയിൽ വന്നാലേ എന്ത്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി അപ്പൊ അതിനെ വീണ്ടും വീണ്ടും എഴുതിയേക്കാണ്. an oscillation is completed when the body returns to its initial position from the same direction from where it is started. അപ്പൊ ഇതന്നെ വീണ്ടും പറയാണ്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്, ഒരു ബോഡി ഇനീഷ്യൽ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് സെയിം ഡയറക്ഷനിൽ പോയിട്ട് വീണ്ടും ഇനീഷ്യൽ പൊസിഷനിൽ എത്തുമ്പോഴേ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. പറയുന്നത് വാട്ട് ഇഫ് കൗണ്ടിങ് സ്റ്റാർട്ട്സ് ഫ്രം എ. ഇനി കൗണ്ടിങ് നമ്മൾ എയിൽ നിന്നാണ് തുടങ്ങണേന്ന് വിചാരിച്ചു എങ്കിൽ ഓസിലേഷൻ എപ്പോഴാ വരാന്ന് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, എ സ്വിംഗ് കംപ്ലീറ്റ്സ് വൺ ഓസിലേഷൻ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ റീച്ചസ് ബി ആൻഡ് റിട്ടേൺ ടു എ. അതായത് നമ്മൾ എന്ത് സംഭവിക്കണം, എയിൽ നിന്ന് തുടങ്ങിയിട്ട് അത് എവിടേക്ക് എത്തണം, ബിയിൽ എത്തിയിട്ട് തിരിച്ച് എയിൽ എത്തുമ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് കുഡ് ബി ദ റീസൺ that the number of oscillation counted by the child waiting for his turn to swing and the child swing were different. അതാണ് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നത്. അതായത് എന്തുകൊണ്ടായിരുന്നു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും സ്റ്റേറ്റ്മെന്റ് തെറ്റെന്നുള്ളത്, അല്ല ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഡിഫറൻസ് എന്നുള്ളത്. അതിൽ പെൺകുട്ടിയുടെ അല്ല നമ്മൾ ശരി എന്ന് പറഞ്ഞത്, പെൺകുട്ടിയാണ് കറക്റ്റ് വൺ ഓസിലേഷൻ എന്ന് പറയുന്നതിന്റെ കണക്ക് എടുത്തേക്കണത്, ആൺകുട്ടി അങ്ങനെയല്ല എടുത്തത്. അത് തന്നെയായിരുന്നു അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിൽ ഓസിലേഷൻ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആരാ, അതായത് ആരാ ഓസിലേഷൻ കറക്റ്റ് ആയിട്ട് എടുത്തത്, പെൺകുട്ടിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓസിലേഷൻ എണ്ണി എടുത്തിരിക്കുന്നത്. അടുത്തത്, ഗിവ് മോർ എക്സാമ്പിൾ ഓഫ് ഓസിലേറ്ററി മോഷൻ. ഇതുപോലെയുള്ള കുറച്ച് എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഒരെണ്ണം എന്താ പറഞ്ഞേക്കണത്, മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഒന്ന് പറയുന്നത് മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് ദ ക്ലോക്ക് ആണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം പറഞ്ഞൂടെ. അപ്പൊ മോഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം അത് നമ്മുടെ ലാബിലൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ, സിമ്പിൾ പെൻഡുലം. പിന്നെ നമുക്ക് ഫ്ലാപ്പിംഗ് ഓഫ് വിങ്സ് ബേർഡ്സിന്റെ കേട്ടോ, ഫ്ലാപ്പിംഗ് ഓഫ് വിങ്സ് ഓഫ് എ ഫ്ലൈയിങ് ബേർഡ്, അതായത് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ എന്താണ്, ചിറക്, അതിന്റെ നമുക്ക് മോഷൻ എന്തായിട്ട് പറയാൻ പറ്റും, ഓസിലേറ്ററി മോഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു ഓസിലേറ്ററി മോഷന്റെ എക്സാമ്പിൾസ് നോക്കാം. ഇതിലേക്ക് പോയാലോ, ഹാവ് യു എവർ നോട്ടീസ് ഹൗ മെനി ഓസിലേഷൻസ് ദ പെൻഡുലം ഇൻ എ ക്ലോക്ക് കംപ്ലീറ്റ്സ് ഫോർ എ ടൈം ചേഞ്ച് ഓഫ് 1 മിനിറ്റ്. അതായത് ഒരു മിനിറ്റില് നമ്മളുടെ ഈ പെൻഡുലം ഉണ്ടല്ലോ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഓസിലേറ്റ് ചെയ്യുമല്ലോ, അത് എത്ര എണ്ണം ഓസിലേറ്റ് ചെയ്യുന്നു ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതെന്ന് പറയുന്നത് 30 ഓസിലേഷൻസ് ആണ്. അതായത് ഇവിടെ ഉണ്ട് 30 ഓസിലേഷൻസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ 30 ഓസിലേഷൻ വരുന്നത് നമ്മളുടെ ഈ പെൻഡുലം ഉണ്ടല്ലോ, അതായത് നീളത്തിൽ കിടക്കുന്ന ഈ നീളം ഉണ്ടല്ലോ, അത് നമുക്ക് 1 മീറ്റർ ആണെങ്കിലാണ് 30 ഓസിലേഷൻ. ഈ നീളത്തിനനുസരിച്ച് ഓസിലേഷന്റെ എണ്ണം വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. അടുത്തത്, ഇഫ് എ പെൻഡുലം ടേക്സ് 1 മിനിറ്റ് ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ് എടുക്കുന്നു എത്ര ഓസിലേഷന് വേണ്ടിയിട്ട്, 30 ഓസിലേഷന് വേണ്ടി. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. അപ്പൊ 60 സെക്കൻഡിന് 30 ഓസിലേഷൻ എടുക്കും അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഓസിലേഷൻ അല്ലേ എന്ന് പറഞ്ഞാൽ അത് എത്രയാ, 60 ഡിവൈഡഡ് ബൈ 30 സെക്കൻഡ് അല്ലേ എന്ന് പറയുന്നത് എത്രയാ, 1 ഓസിലേഷൻ. അപ്പൊ 1 ഓസിലേഷൻ എത്ര സമയം എടുത്തു, 2 സെക്കൻഡ് സമയം എടുത്തു. ശരിയല്ലേ, ഇതാ അവിടെ കിടക്കുന്നത്. അപ്പോ നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ടായത് എന്താ, 1 മിനിറ്റിന് 30 ഓസിലേഷൻ ആയിരുന്നു എങ്കിൽ ഒരു ഓസിലേഷന്റെ സമയം ചോദിച്ചിരുന്നേ. സോ നമ്മൾ 60/30 ചെയ്തു, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് കിട്ടി. പോയാലോ ടൈം പീരീഡിലേക്ക്.
ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ, അതായത് ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണ് പീരീഡ്. അതിന്റെ സിമ്പൽ ടി ആണ്. യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ നോക്കി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം, അതായത് തൊട്ട് മുന്നേ കണ്ടത്, കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന, നേരത്തെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, അതായത് ഒരു മിനിറ്റില്, അതായത് 60 സെക്കൻഡിനകത്ത് 30 ഓസിലേഷൻ അല്ലേ നമുക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് എന്തായിരുന്നു, 60 സെക്കൻഡിന് 30 ഓസിലേഷൻ ആയിരുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, ഒരു സെക്കൻഡില് എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പൊ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ നോക്കി ഇവിടെ ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 30 ഡിവൈഡഡ് ബൈ 60 എന്ത് ഓസിലേഷൻസ് ഉണ്ടാവും അല്ലെ. എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഓസിലേഷൻസ് ഉണ്ടാവും. അപ്പൊ നോക്കൂ, ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്, ഇപ്പൊ ചെയ്ത കാര്യം, ഒരു സെക്കൻഡിലുള്ള ഓസിലേഷന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി. അതിന്റെ യൂണിറ്റ് ആണ് ഹെഡ്സ്. അതേപോലെ ഫ്രീക്വൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് വെച്ചിട്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ പെൻഡുലം ബൈ സ്വിംഗിങ് ഇറ്റ് അറ്റ് ലോ ആംപ്ലിറ്റ്യൂഡ്. ടൈ എ ബോബ്, അതായത് നമ്മൾ ഇതിനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഓസിലേഷൻ, അതായത് 10 ഓസിലേഷൻ നമ്മൾ വല്ല സ്റ്റോപ്പ് വാച്ച് കയ്യിൽ വെക്കുക. എന്നിട്ട് എന്താ 10 ഓസിലേഷൻസ് എണ്ണിയെടുക്കുക. 10 ഓസിലേഷൻ കഴിയുമ്പോൾ കിട്ടുന്ന ടൈം നമ്മൾ എടുക്കുക കേട്ടോ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളിനോട് എഴുതാം. ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻ, അതായത് നമ്മളുടെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ലെങ്ത് ആദ്യം 25 സെന്റിമീറ്റർ ആക്കാം. എന്നിട്ട് 10 എണ്ണം ഓസിലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 10.03 ആണ്. അതേപോലെ 60 സെന്റിമീറ്റർ ആക്കാം. അതായത് ഇതേ നീളം എന്ന് പറയുന്നത് നമ്മൾ ആ വള്ളി ഇത്തിരി കൂടി നീട്ടിയെടുത്തിട്ട് 60 സെന്റിമീറ്റർ നീളത്തിലെടുക്കുക. അപ്പൊ നമുക്ക് സമയം എന്തായാലും വ്യത്യാസം ഉണ്ടാവില്ലേ 10 ഓസിലേഷനിൽ. അതെന്ന് പറയുന്നത് 15.5 കിട്ടും. അതേപോലെ തന്നെ 100 ആക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 20 കിട്ടി. സമയം കണ്ട കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇനി ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് ചെയ്തോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എല്ലാത്തിനും 10 ഓസിലേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ 10 ഓൾവേസ് കൊടുക്കുക. ടൈം എത്രയാ, ആദ്യം 10.03 എടുക്കുക. ഡിവൈഡഡ് ബൈ വീണ്ടും 10 ചെയ്യുക. അപ്പോഴല്ലേ പീരീഡ് കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത് എത്ര വരാ, 1.003 കിട്ടും. ഇനി 15.5 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാ, 10. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1.55 കിട്ടും. സിമിലർലി നമ്മുടെ കയ്യിൽ ടോട്ടൽ ടൈം 20 ഉണ്ട്. 20 ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. നമുക്ക് എത്ര കിട്ടി, അപ്പൊ 2 കിട്ടി. നോക്കിയേ, അവിടെ പീരീഡ് എന്ന് പറയുന്നതും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഫ്രീക്വൻസി, അത് നോക്കിയാൽ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈമാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിന് തലതിരിച്ചിട്ടതല്ല അത്. ഇവിടെ ചെയ്തത് ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, ഇവിടെയോ ഓസിലേഷൻ ബൈ ടൈം അല്ലെ. എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 0.997 കിട്ടും. അതേപോലെ തന്നെ 0.65, 0.5 അങ്ങനെ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അടുത്തത്, വാട്ട് ഈസ് ദ ചേഞ്ചസ് ഇൻ ദ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്. നോക്കിയേ, ഇവിടെ നിങ്ങളുടെ താഴത്തോട്ട് പെൻഡുലത്തിന്റെ നീളം ഇൻക്രീസ് അല്ല ചെയ്യുന്നത്. അതേസമയം ഫ്രീക്വൻസി നോക്കിയേ, 997, 65, 0.5 കുറഞ്ഞു വരികയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീളം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി എന്താ, ഡിക്രീസ് ആണ്. അതാ ആ റിലേഷൻ ഇവിടെ കൊടുത്തേക്കണേ. വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. അപ്പൊ നമുക്കൊരു റിലേഷൻ കിട്ടിയില്ലേ. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു റിലേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. പീരീഡും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും ഇവിടെ നോക്കി, ഇവിടെ തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റൂ അല്ലെ. അതായത് ടൈം റിക്വയർഡ് ഫോർ 1 ഓസിലേഷൻ ടി എന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ പീരീഡ്, നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അല്ലെ, ഫ്രീക്വൻസി ആയിരിക്കാം. ഈ രണ്ട് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയൂല്ലേ നേരെ തല തിരിച്ചിട്ടിട്ടേക്കണേ എന്നുള്ള കാര്യം. അതേപോലെ തന്നെ വെൻ ദ പീരീഡ് ഇൻക്രീസസ്, ഫ്രീക്വൻസിയുടെ കാര്യം എങ്ങനെയാ, ഡിക്രീസ് അല്ലേ. നോക്കിയേ, ഇവിടെ പീരീഡ് ഇതും വെച്ചോക്കുമ്പോ പീരീഡ് കൂടുതൽ ലാസ്റ്റത്തേനല്ലേ. പക്ഷെ ലാസ്റ്റത്തേന് ഇവിടെ എന്താ, ഫ്രീക്വൻസി കുറവാണ് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല തിരിഞ്ഞേക്കല്ലേ സംഭവങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇക്വേഷൻ വന്നിട്ട് C is equal to 1 by പീരീഡ് കിട്ടൂല നമുക്ക്. നമ്മൾ ആ ടേബിളിൽ നിന്ന് തന്നെ കിട്ടണ കാര്യം. അതായത് ആസ് ദ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഈ റിലേഷനും പഠിച്ചു വെച്ചേക്കണേ. അടുത്ത ഒരു ഭാഗത്തേക്ക് പോയാലോ. ആർ ഇൻ ദ ട്യൂണിംഗ് ഫോർ ക്യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെന്റ്സ് കണക്റ്റഡ് വിത്ത് ദ സൗണ്ട്. അതായത് അതിന് സൗണ്ടുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം.
അതേപോലെ തന്നെ ഹാവ് യു നോട്ടീസ് ദ മാർക്കിംഗ് ഓൺ ദം, ഒബ്സർവ് ദ വേരിയസ് ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് നോട്ട് ഡൗൺ ദ മാർക്കിംഗ് ഓഫ് ഈച്ച് ഇൻ ദർ യൂണിറ്റ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് ഏകദേശം അവൈലബിൾ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് 256 ഹെർട്സ് അല്ലെങ്കിൽ 288 ഹെർട്സ് ഇതുപോലെയുള്ളതൊക്കെയാണ് കേട്ടോ നമുക്ക് ഇതേപോലെ എന്താ യൂസ്ഫുൾ ആകുന്നത്. അത് മാത്രമല്ല നമ്മള് ഇഷ്ടംപോലെ ട്യൂണിംഗ് ഫോർക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് എക്സ്പെരിമെന്റ് വേണ്ടിയിട്ട്. അതിനൊക്കെ സൗണ്ടുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതായത് ഈ ട്യൂണിംഗ് ഫോർക്കുകൾ എല്ലാതും നമുക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ ഒരു ഹാമർ ഉണ്ട്. ഹാമറുമായിട്ട് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ നമ്മളിങ്ങനെ ഏകദേശം എന്താ ഒരു വൈ പോലെയൊക്കെ ഒരു വൈ ഷേപ്പിലൊക്കെ ഞാൻ വരച്ചു വരുമ്പോ അതിന്റെ വൃത്തികേടായുണ്ട്, എന്നാലും ഒരു വൈ ഷേപ്പ് ഒക്കെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനമാണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഹാമർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് കൂട്ടിമുട്ടിച്ച് അല്ലെങ്കിൽ ഹാമർ ഇതുമ്പോൾ സ്ട്രൈക്ക് ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതിന് ചെറിയൊരു സൗണ്ടും ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഈ ഹാമർ വെച്ച് അടിച്ചിട്ട് കേട്ടാ. അതുപോലെ തന്നെ ഈ ട്യൂണിംഗ് ഫോർക്ക് വന്നിട്ട് എക്സൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന്റെ സ്വന്തം ഫ്രീക്വൻസിയിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുവേ. അപ്പൊ ആ എന്താണോ അതിന്റെ ഫ്രീക്വൻസി അത് ഓരോന്നുമേ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ അത് 256 ഹെർട്സ് ആവാം, ചിലപ്പോൾ 288 ആവാം, 512 ആവാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആവാട്ടാ. ഇന്നത് എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ പല ഫ്രീക്വൻസികളിലുള്ള ട്യൂണിംഗ് ഫോർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ഇൻഡിപെൻഡന്റ്ലി ഇൻ 1 സെക്കൻഡ്. അതിന് നമ്മൾ ഫ്രീക്വൻസി എന്നല്ല പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു സെക്കൻഡിൽ നമ്മൾ സാധാരണ അതിന് വൈബ്രേറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഉള്ളിൽ അതിനുണ്ടാകുന്ന ഓസിലേഷന്റെ എണ്ണം എടുക്കുക ഒരു സെക്കൻഡിലത്തെ. അതായിരിക്കും അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അടുത്തത് when an object vibrates freely it vibrates in its innate frequency. നമ്മൾ പറയൂലേ ജന്മനാ ഉള്ള ഫ്രീക്വൻസി കഴിവെന്നൊക്കെ, അതേപോലെ തന്നെ അതിന്റെ സ്വന്തം ഫ്രീക്വൻസിയിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ്. ഫാക്ടേഴ്സ്, അപ്പൊ ഇത് പഠിക്കണം. അടുത്തത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് ഇപ്പം സൈസ് ഒക്കെ സെയിം ആയിട്ട് രണ്ട് ലെങ്ത്, അതായത് സൈസ് സെയിം ആണ്, അതായത് വണ്ണം സെയിം ആണ്, പക്ഷെ ഹൈറ്റ് ഡിഫറെന്റ് ആണ് രണ്ട് ട്യൂണിംഗ് ഫോർക്കിന്റെ എന്ന് വിചാരിക്കുക. അതായത് ഇതൊരു ട്യൂണിംഗ് ഫോർക്ക് ആയിട്ട് വിചാരിക്കും, ഇതൊരു ട്യൂണിംഗ് ഫോർക്ക് ആയിട്ട് വിചാരിക്കുക. എങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഒരാൾ ചെറുതും മറ്റേയാള് വണ്ണം കൂടുതലാന്ന് വിചാരിക്കുക, ഹൈറ്റ് സെയിം ആണ്, മറ്റേയാളുടെ വണ്ണം കൂടുതലാന്ന് വിചാരിക്കുക. എങ്കിൽ അപ്പോഴും എന്തുണ്ടാവുന്നു, ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടാവുന്നു. പിന്നെ അവിടെ ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽസ് മെയ്ഡ്, അതായത് അത് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഓരോന്നും അനുസരിച്ചാണ് നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേഞ്ചസ് ഇൻ എനി one of these factors will affect the natural frequency of the object. ഒരു ഒബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ചേഞ്ച് വരുത്താവുന്ന ഫാക്ടേഴ്സ് ആണ് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി ആൻഡ് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അപ്പൊ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ, ഞാൻ അതിനനുസരിച്ച് സോൾവ് ചെയ്ത് തരാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾ ഇതിന്റെ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നതായിരിക്കുന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.